ICU പീഡന കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിന്നതിന് സ്ഥലം മാറ്റിയ സീനിയർ നഴ്സിംഗ് ഓഫീസർ PB അനിതയ്ക്ക് ഒടുവിൽ നീതി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ പുനർനിയമനം നൽകി ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കി. ഹൈക്കോടതി ഉത്തരവ് അനുസരിച്ചാണ് നടപടി. ഉത്തരവിൽ പൂർണ്ണ തൃപ്തിയില്ലെന്ന PB അനിത റിപ്പോർട്ടറിനോട് പറഞ്ഞു. പൂർണ്ണ തൃപ്തിയോടെയല്ല ഞാൻ ഈ ഓർഡർ സ്വീകരിക്കുന്നത്. കാരണം ഞാൻ ഹൈക്കോടതി വിധിയായിട്ട് വന്നിട്ട് ഈ 6 ദിവസം വേണ്ടി വന്നു എനിക്ക് ഒരു ഓർഡർ ഇറക്കാൻ. ഉച്ചയ്ക്ക് ഓർഡർ ഇറക്കുമെന്ന് പറഞ്ഞിട്ട് രാത്രിയായി. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ ഞാനൊരു വീഴ്ചയും വരുത്തിയിട്ടില്ല എന്ന് ഹൈക്കോടതിയിൽ ഗവൺമെന്റ് പ്ലീഡറാണ് പറഞ്ഞത്. എന്നിട്ട് വീണ്ടും ഒരു പുനഃപരിശോധന കഴിഞ്ഞിട്ടേ ഇനിയും എനിക്ക് നിയമനം സ്ഥിരമാവുള്ളൂ എന്ന് പറയുമ്പോൾ അതൊരു വിഷമമുണ്ട്. TV പ്രസാദാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രസാദ്, ഹൈക്കോടതിയുടെ അന്തിമ വിധിക്ക് വിധേയമായി ആയിരിക്കും തീരുമാനമെന്ന് ആരോഗ്യമന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു. എന്താണ് അനിതയുടെ പ്രതികരണം? ആര്യ സൂചിപ്പിച്ചതുപോലെ ഇന്നിപ്പോൾ രാവിലെ ഉണ്ടായ ഒരുപാട് സംഭവ വികാസങ്ങളെ തുടർന്നാണ് ഇന്ന് രാത്രി ആരോഗ്യവകുപ്പിന് ഉത്തരവ് ഇറക്കേണ്ടി വന്നത് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അനിതയുടെ പ്രതികരണം നമ്മൾ കണ്ടു കഴിഞ്ഞു. പൂർണ്ണ തൃപ്തിയോടെയല്ല ഇവരിത് സ്വീകരിച്ചിരിക്കുന്നത്. പറയാനുള്ള കാരണവും മറ്റൊന്നല്ല. അതായത് അനിതയ്ക്ക് അനുകൂലമായി ഹൈക്കോടതി വിധി ഉണ്ടായതിന് പിന്നാലെയാണ് സർക്കാർ റിവ്യൂ പെറ്റീഷനുമായി ഹൈക്കോടതിയെ സമീപിക്കുന്നത്. റിവ്യൂ പെറ്റീഷൻ കൊടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഉത്തരവുണ്ടായത്. അതായത് ഉത്തരവിലെ കണ്ടന്റ് ഇതാണ് ആര്യ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും സ്ഥലം മാറ്റപ്പെട്ട സീനിയർ നഴ്സിംഗ് ഓഫീസറായ ശ്രീമതി അനിത PBയെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വിരമിക്കൽ മൂലമുണ്ടായ ഒഴിവിലേക്ക് നിയമിച്ചുകൊണ്ട് ഉത്തരവാകുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം തൊട്ടടുത്തതാണ്. അതായത് നിയമനം 5/4/2024 ഫയൽ ചെയ്തിട്ടുള്ള റിവ്യൂ പെറ്റീഷനിലെ അന്തിമ വിധിക്ക് ശേഷം വിധിക്ക് വിധേയമായിട്ട് മാത്രമായിരിക്കും എന്നുള്ളതാണ് ഈ ഉത്തരവിൽ പറയുന്നതും. ഇന്ന് രാവിലെ നമ്മൾ കണ്ടതുപോലെ അതിജീവിത പരസ്യമായി അനുകൂലിക്കാൻ വരുന്നു അനിതയെ. മാത്രമല്ല പ്രതിപക്ഷ നേതാവ് അവിടെ എത്തുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിക്കുന്നു. ചുരുക്കത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ പ്രതിഷേധത്തിലേക്കും പ്രക്ഷോഭത്തിലേക്കും പോകും എന്നതുകൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ ഇങ്ങനെയൊരു ഉത്തരവ് രാത്രി വൈകി ഇറങ്ങാനുള്ള ഒരു കാരണം. ആര്യ, ശരി. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.